ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം നമ്മളെ കർത്താവ് സഹായിച്ചു, അതിന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ ദിവസം പിന്നെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. നമ്മെ ഇത്രത്തോളം സ്നേഹിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വിശ്വാസത്തോടെ ഒരു പ്രാവശ്യം കൂടെ അടുത്ത് ചെല്ലാം. ജീവിതത്തിൻ്റെ കൈപ്പേറിയ പല അനുഭവങ്ങൾ, നിരാശയുടെ സാഹചര്യങ്ങൾ, മറുപടി ലഭിക്കാത്ത പശ്ചാത്തലങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല. നിശ്ചയമായും ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് മറുപടി ലഭിക്കും. നമുക്ക് ഈ ദിവസം പിന്നെയും നമുക്ക് പ്രാർത്ഥനയുണ്ട് കർത്താവിലേക്ക് അടുത്തു ചെല്ലാം. മീഖാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ സാഹചര്യങ്ങൾ നാം നോക്കുമ്പോൾ കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല. ഒരു മനുഷ്യൻ്റെയും സഹായം ലഭിക്കുവാനില്ല. ആരെയും സഹായിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സ്ഥിതിവിശേഷം നമുക്ക് ആ മീഖാ പ്രവചനത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ ദൈവപൈതൽ പറയുന്നത്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. എല്ലാം പ്രതികൂലമായിരുന്നാലും, മറ്റുള്ളവരാരും സഹായത്തിന് കൂട്ടില്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാർത്ഥ സ്നേഹിതനായി, നമ്മുടെ നല്ല സഖിയായി, ഒരു അപ്പനെ പോലെ, അമ്മയെപ്പോലെ, ഒരു സഹോദരനെ പോലെ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് നാം മറന്നു പോകരുത്. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. എല്ലാം പ്രതികൂലമാണ്. എന്നാൽ ഭക്തൻ പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെങ്കിലേക്ക് നോക്കും. അതെ, ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് സന്തോഷത്തിനും സമാധാനത്തിനും പ്രതീക്ഷ വയ്ക്കുവാൻ കഴിയുന്നത്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതൊരു വലിയ ഉറപ്പാണ്, അതൊരു വലിയ വിശ്വാസമാണ്. മറ്റാരും എന്നെ സഹായിച്ചില്ലെങ്കിലും, മറ്റാരും എനിക്ക് തുണയായി നിന്നില്ലെങ്കിലും, മറ്റെങ്ങു നിന്നും എനിക്ക് ഒരു പ്രതീക്ഷയ്ക്കും ഒരു സഹായത്തിനും വകയില്ലെങ്കിലും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നുണ്ട്. നമുക്കും ഈ ദൈവവചനത്തിൽ പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വസിക്കാം. നമ്മുടെ പ്രതീക്ഷകൾ നാം ആഗ്രഹിക്കുന്നത് പോലെ പൂവണിയുവാൻ, നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഈ ദിവസങ്ങളിൽ സാധിച്ചു കിട്ടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മറുപടിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മെ നിരാശരാക്കി വിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ആ ദൈവം തീർച്ചയായിട്ടും നമുക്ക് അത്ഭുതകരമായ മറുപടി നൽകും. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കും എന്ന് നമുക്ക് ആമേൻ ഉറച്ചു വിശ്വസിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന നല്ലൊരു ദൈവത്തെ നമുക്ക് പിൻപറ്റുവാൻ സാധിച്ചതിൽ സന്തോഷിക്കാം. വരും ദിവസങ്ങളിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, എന്നെ സഹായിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു മറുപടി നമുക്ക് ലഭിക്കും. എന്നിട്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടല്ലേ, വിഷമിക്കല്ലേ. ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഈ ദൈവവചനം നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഈ വചനങ്ങളാൽ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കും, അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.